ബംഗളൂരു മുംബൈ വന്ദേ ഭാരതിന്റെ റൂട്ട് സംബന്ധിച്ച അവ്യക്തത തുടരുന്നതിനിടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ച് റായ്ചൂർ എം പി ജി കുമാർ നായിക്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും മെച്ചപ്പെട്ട റെയിൽ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്ന് എം പി കത്തിൽ ആവശ്യപ്പെട്ടു. ട്രെയിൻ യാദ്ഗിർ റായ്ചൂർ മേഖലയിലൂടെ റൂട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കത്തിന്റെ വിശദാംശങ്ങൾ എം പി തന്റെ എക്സ് അക്കൌണ്ടിലും പങ്കുവച്ചിട്ടുണ്ട്. റായ്ചൂരും യാദ്ഗിറും കർണാടക മേഖലയുടെ ഭാഗമാണ്. പ്രീമിയം റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഇപ്പോഴും പിന്നോട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണിവ. ഈ ഇടനാഴിയിലൂടെ ട്രെയിൻ കടന്നു പോകുന്നത് ദിവസേന യാത്ര ചെയ്യുന്നവർ, വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ എന്നിവർ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് വലിയ പ്രയോജനം ചെയ്യും. മറ്റു സ്റ്റേഷനുകളിൽ ട്രെയിൻ മാറിക്കയറാതെ ബംഗളൂരു, മുംബൈ പോലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് നേരിട്ടും അതിവേഗത്തിലും എത്താനാകും. വിദ്യാഭ്യാസ, തൊഴിലാവശ്യങ്ങൾക്കുള്ള യാത്രക്കാർക്കും തീർത്ഥാടകർക്കും ഇത് സഹായകമാകും. ബംഗളൂരുവിനും മുംബൈക്കും ഇടയിലുള്ള പുതിയ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെയാണ് അനുമതി നൽകിയത്. ട്രെയിൻ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനെയും മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ട്രെയിൻ ഈ റൂട്ടിലെ യാത്രാസമയം ഗണ്യമായി കുറയ്ക്കും. നിലവിൽ ബംഗളൂരുവിനും പൂനെയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന ഉദ്യാൻ എക്സ്പ്രസ്, കോയമ്പത്തൂർ എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾക്ക് 18 മുതൽ 25 മണിക്കൂർ വരെ സമയമെടുക്കുമ്പോൾ പുതിയ സ്ലീപ്പർ ട്രെയിൻ ഈ യാത്ര 16-17 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കും. മുംബൈയിൽ നിന്ന് പൂനെ, സോലാപൂർ, വാടി എന്നിവിടങ്ങളിലൂടെ കടന്ന് ബംഗളൂരുവിലെത്തും വിധമാണ് ട്രെയിനിന്റെ റൂട്ട് നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ റൂട്ടിലെ ദൌണ്ട്വാടി, വാടി-ഗുണ്ടക്കൽ തുടങ്ങിയ പ്രധാന ഭാഗങ്ങൾ മണിക്കൂറിൽ 130 കിലോമീറ്റർ വരെ വേഗതയെ പിന്തുണയ്ക്കാൻ ഇതിനകം നവീകരിച്ചിട്ടുണ്ട്. ട്രെയിൻ ഡിസംബറോടെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റെയിൽവേ കൃത്യമായി തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ജനുവരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈയിൽ നിന്ന് IT നഗരമായ ബംഗളൂരുവിലേക്ക് റെയിൽവേ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് ആരംഭിക്കുന്നതോടെ പൂനെ ബംഗളൂരു യാത്ര 13 മണിക്കൂറായി കുറയും. ഈ ട്രെയിൻ പൂനെ, സോലാപൂർ, വാടി എന്നിവിടങ്ങളിലൂടെ കടന്നുപോകും. ആഴ്ചയിൽ 6 ദിവസം വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് നടത്താൻ സാധ്യതയുണ്ട്. ഒരു ദിവസം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. മുംബൈയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും രാത്രി 9 പുറപ്പെടുന്ന 2 ട്രെയിനുകളാണ് സർവീസ് നടത്തുക. ഇത് രാത്രി യാത്ര കൂടുതൽ സുഖകരമാക്കും. ആധുനിക സവിശേഷതകളോടെ സജ്ജീകരിച്ചിരിക്കുന്ന ഈ ട്രെയിനിൽ കൂട്ടിയിടകൾ തടയുന്നതിനുള്ള തദ്ദേശീയ കവച സുരക്ഷാ സംവിധാനം ഉൾപ്പെടുത്തും. 611 ബർത്തുകളുള്ള 11 AC 3 ടയർ കോച്ചുകൾ, 188 ബർത്തുകളുള്ള 4 AC 2 ടയർ കോച്ചുകൾ, 24 ബർത്തുകളുള്ള ഒരു AC ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിവയുൾപ്പെടെ 16 കോച്ചുകൾ ഉൾപ്പെടുത്തിയതാണ് ഈ ട്രെയിൻ. മൊത്തം 823 പേർക്ക് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാം. ഏപ്രിൽ 5 ബംഗളൂരു സെൻട്രൽ MP PC മോഹനൻ അയച്ച കത്തിലാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷനും ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽസിനും ഇടയിൽ വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് അറിയിച്ചത്. എന്നാൽ ട്രെയിൻ എന്നു മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് റെയിൽവേ ഇതുവരെ അറിയിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.